ഓ ഈശ്വര, പണി ഒന്നും ആയില്ല. ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കി എപ്പോ കഴിക്കാന്ന് ദൈവമേ, ഒരുപാട് ലേറ്റായി. വെപ്രാളമായി. വിളിച്ചോണ്ടെങ്കിൽ വന്നാ ഇന്ന് കാക്ക മലർന്നു തുറക്കും. അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. അപ്പൊ പാത്രം കഴുകാ അല്ലേ നീ വന്നത്? നീ ഒരു കാര്യം ചോദിക്കണ കേൾക്കാൻ എനിക്ക് മനസ്സില്ല. എന്തോ അമ്മ, ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്താന്ന് പോലും ചോദിക്കാതെ അമ്മ ഇങ്ങനെയൊക്കെ പറയണ. നീ അല്ലേ ചോദിക്കാൻ വന്നത്? എന്തെങ്കിലും അനാവശ്യമായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നീ ചോദിക്കണ്ട. എന്നാ ഞാൻ ചോദിക്കണില്ല. ഹലോ, എന്തായാലും വന്നതല്ലേ, പറഞ്ഞിട്ട് പോ. അമ്മ, ഈ വീട്ടിൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണോ അത് റിങ്കിയാണോ? ഇതാണോ ചോദിക്കാൻ വന്നത്? രണ്ടെണ്ണത്തിന് എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. അപ്പൊ അമ്മയ്ക്ക് എന്നെ ഇഷ്ടല്ലേ? തീരെ ഇഷ്ടമല്ല. എന്നെ ഇവിടെ ആർക്കും താല്പര്യം ഇല്ലെങ്കിലേ ഞാൻ പിന്നെ എന്തിനല്ലേ അമ്മ ഇവിടെ നിക്കണ? ആ തോന്നല് കറക്റ്റ് ആയിട്ടുള്ളൊരു തോന്നല. ഇത്തരത്തിലുള്ള തോന്നലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ചേച്ചി പറയാനൊക്കെ ശരിയാണോ? ചേച്ചി എന്തോന്ന് പറഞ്ഞു? ചേച്ചി പറഞ്ഞായിരുന്നേ ഞാൻ ഇവിടെ എല്ലാവർക്കും ഒരു അധികപ്പറ്റാന്ന്. അധികപ്പറ്റാണ്. ഈ വീട്ടിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാം അധികപ്പറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. സമയമില്ലാത്ത സമയത്ത് മനുഷ്യൻ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഉള്ള സംശയം കൊണ്ടുവന്നേക്കുന്നത്. അയ്യോ, അല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ. അല്ല, അതാ പറയുന്നേ, ഈ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ഭ്രമിക്കരുതെന്ന് പറയില്ലേ, ഒന്നും മോഹിക്കരുത്. എല്ലായിടത്തും ഇവിടെ ഉണ്ടല്ലോ രണ്ടെണ്ണം. ഒന്നിന് പിന്നെ ചില പ്ലാനിങ്ങും ഐഡിയ ഒക്കെ ഉണ്ട്. മറ്റേതിനാണെങ്കിൽ അങ്ങനെ യാതൊന്നുമില്ല. എന്ത് അതെ. പിന്നെ നമ്മൾ പിന്നെ ഈ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ, വേറൊന്നും ചെയ്യാനില്ല ഇതില്. ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്നാ. ഓക്കെ, സമാധാനമായിട്ടിരിക്കേ. ശരി. ആര് രവിയേട്ടാ? നമ്മുടെ ഗോപനെ. ഇത് വല്യച്ഛന്റെ വീടിന്റെ അപ്പുറത്തെയാ? എന്ത് പറ്റി? അവനൊരു ലോൺ എടുത്തായിരുന്നേ, അവന്റെ മോന് എഞ്ചിനീയറിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ആ ചെറുക്ക ഇപ്പം പഠിക്കാനൊന്നും പോവാതെ സിനിമ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നടക്കുന്നു. അയ്യോ, എന്നിട്ട് എന്തോന്ന് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചത്. അമ്മ, അവള് പോണെന്നാ? എവിടെ? അവളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വല്ലതായിരിക്കും. ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും അല്ല അമ്മ. പിന്നെ എങ്ങോട്ടെന്നറിയാത്തൊരു യാത്രയാണ്. എന്തായാലും ഇനി ഈ വീട്ടില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് ഞാൻ ഇല്ല അമ്മ. ബാധ്യതയെ? ഈ കൊച്ചെന്തെന്ന് പറയണേ? അമ്മ, എൻ്റെ അടുത്ത് ക്ഷമിക്കണേ നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ആ ജീവിതത്തിലേക്ക് കയറി വന്ന അതിഥിയല്ലേ ഞാൻ. ഇവളുടെ ഒരു തമാശ. നീ ഇങ്ങോട്ട് വന്നേ. ചേച്ചി വീട് എന്തോന്ന്, ഞാൻ അവിടെ നിന്നാ ശരിയാവൂല. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ട് ചേച്ചി. ആരും ഇല്ലാത്തവർക്കാ? പിന്നെ ഈ അച്ഛനും അമ്മയും ഇവിടെ പനവല നിൽക്കുന്നത് നീ കണ്ടില്ലേ? അച്ഛനെപ്പോഴും സ്നേഹം റിങ്കിയുടെ അടുത്താണല്ലോ. അച്ഛൻ എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല. അച്ഛന്റെ സ്വപ്നങ്ങൾ മൊത്തം റിങ്കിയെ പറ്റിയിട്ടാണ്. എന്തോന്ന് മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ പറ്റി ഒരു സ്വപ്നം പോലും ഇല്ലല്ലോ അച്ഛന്. ആര് പറഞ്ഞു? ചങ്കിക്കുള്ള വർത്താനൊന്നും പറയല്ലേ. ഇല്ല, ആരൊക്കെ സ്നേഹമില്ല. ഇങ്ങനെയൊക്കെ പറ. ഇവിടെ എന്തോന്നുണ്ടായി? രണ്ട് പാത്രം കഴുകാൻ പറഞ്ഞതിനാണ് ഇങ്ങനെയൊക്കെ ഡ്രാമ. അങ്ങനെ എനിക്ക് ഇറങ്ങി പൊടി മണി ചുമ്മാരി കരയാതെ മോളെ, സങ്കടപ്പെടാതെ. അടവെടുത്ത് കരയാനൊരു മോളും അത് കണ്ട് കൂടെ കരയാനൊരു അച്ഛനും. എന്തോ അമ്മ, അടവെടുത്ത് കരയണമെന്നൊക്കെ എന്തിനമ്മ പറയണേ? അത്രയ്ക്ക് വേദനിച്ചിട്ടല്ലേ ഞാൻ കരയണേ. മോളെ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? ചേച്ചി എല്ലാം പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു റിങ്കി? നീ എന്തോന്ന് പറയടി? പറ. ഞാനൊന്നും പറഞ്ഞ ചുമ്മാ തമാശക്ക്. ഇവളിത് എന്തോന്ന്? സത്യം പറ, എന്തോടി പറഞ്ഞു? തമാശ ഒന്നും അല്ല, എനിക്കത് പണ്ടേ തോന്നിയിരുന്നു. നിങ്ങൾക്ക് ആർക്കും എൻ്റെ അടുത്ത് ഒരു സ്നേഹമൊന്നും ഇല്ലാന്ന്. പിന്നെ ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാരണമൊക്കെ മനസ്സിലായത്. എന്തോന്ന്? നിങ്ങൾക്ക് ഒറ്റ മോള് മതി എന്നല്ലായിരുന്നു ആ പ്ലാൻ. അപ്പോഴല്ലേ ഞാൻ വന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആർക്കും ഒരു സ്നേഹം ഇല്ലാത്ത എൻ്റെ അടുത്ത്. അയ്യോ, നിന്നോട് സ്നേഹമില്ലതാ? അങ്ങനെ ഒന്നുമില്ല മോളെ. അച്ഛനെ രണ്ട് മക്കളും ഒരുപോലെയാണ്. അച്ഛന്റെ രണ്ട് കണ്ണുകളാണ് നിങ്ങൾ. അച്ഛ കരയല്ലേ അച്ഛ. സോറി അച്ഛ, ഞാൻ ഇവളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതൊക്കെ. നീ അല്ലേടി ഞങ്ങളുടെ ഈ വീട്ടിലെ താരം. നീ എന്തിനാണ് ഇങ്ങനെയാണ് കരയുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നീയാണ് ഇതിനെല്ലാം കാരണം അല്ലേ? ഒരുത്തി പറ്റിക്കാൻ, അത് കേട്ട് വിശ്വസിക്കാൻ ഒരുത്തി. നിനക്ക് പോണോ അല്ലേ? കൊള്ളാം, നല്ല ബുദ്ധി. നിന്നെ അല്ലേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അല്ല
എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പിന്നെ പിങ്കി മോളല്ലേ ഈ വീടിന്റെ ഐശ്വര്യം. അതെ സത്യമാണ്. സത്യമാണോന്നാ? ഞങ്ങൾക്ക് മൂന്നാൾക്ക് നിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങോട്ട് മാറിയില്ലേ? എന്ത് ഇളയ മോളായിട്ട് എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. എന്തോന്ന് അവസരം? അപ്പൊ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണല്ലേ? ഇഷ്ടമൊക്കെ തന്നെയല്ലേ? ഇവിടെ എനിക്ക് കാണിച്ചു തരാം എല്ലാവർക്കും. ഒരു വിലയില്ല. എന്നെ ഇവിടെ ചവിട്ടി തേച്ചിട്ടൊക്കെയായിരുന്നു എന്നെ. അവിടെ ഇവളെ മാത്രം പൊക്കി കയറ്റി വെക്കും ഇവിടെ എല്ലാരും. കൊള്ളാം. എന്തോന്ന് മോളെ? ഞാൻ പോളവരും നീ അങ്ങോട്ട് പോണ്ട. ഛേ, പോ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? നീ അഭിനയിക്കായിരുന്നു. അഭിനയിക്കായിരുന്നു. ഈ ബാൻഡ് എന്തോന്ന്? കാണിച്ചു തരാം. അയ്യോ അയ്യോ, അതിനകത്ത് ഒന്നുമില്ല. ശുദ്ധശൂന്യമില്ല. ഒന്നുമില്ല. അയ്യോ എന്റെ മോക്ക് എന്ത് പറ്റി? ഫീലിങ്സ് ഒക്കെ സാധാരണ ഇല്ലാത്തൊരു ഫീലിങ്സ്. നല്ലൊരു ദിവസമായിട്ട് ഡ്രാമ. എടി കള്ളി, നിന്നെ ഞാൻ പറ്റിക്കാൻ നോക്കണ. ദീപാവലി ആയിട്ട് ഇന്ന് ഈ വീടിനകത്ത് എന്തൊക്കെ സീനടി ഉണ്ടാക്കിയത്? രണ്ടും കൂടെ കരഞ്ഞു മോങ്ങി. അച്ഛനെ പറ്റിക്ക് ഒരു മോളും ഉടനെ കരയാൻ അച്ഛൻ. മോള് എന്റെ മക്കൾക്ക് സങ്കടം വന്ന എനിക്കും വരും. അയ്യോ അന്ന് ചേട്ടൻ ഒരു സ്ഥലത്തിരുന്ന് കരയും. നീ ഒളിച്ചിരുന്ന് പോയി കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. ആ പിന്നെ ഡേയ് പോയി കുളിച്ച് ഡ്രസ് ചെയ്ത് വാ എല്ലാരും. മണിക്കൂട്ടം മാമനും ചിഹ്നമൊക്കെ ഇപ്പൊ വരും. പോയിട്ട്. ചേട്ടാ